മൊസാദിൻ്റെ എല്ലാ ഓപ്പറേഷനുകളും വിജയകരമായിരുന്നു എന്ന് കരുതരുത്. പരാജയപ്പെട്ട ചില ദൗത്യങ്ങൾ മൊസാദിൻ്റെ ചരിത്രത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിറിയയിലെ അവരുടെ ദൗത്യമായിരുന്നു. സിറിയൻ ഭരണകൂടത്തിൻ്റെ താക്കോൽ പദവി വരെ എത്തിയ എലി കോഹൻ എന്ന മൊസാദ് ചാരൻ സിറിയൻ സൈനിക സന്നാഹങ്ങളുടെ സുപ്രധാന വിവരങ്ങളെല്ലാം ചോർത്തി. ഗോലൻ ഹൈറ്റ്സിലെ സൈനിക വിന്യാസം അടയാളപ്പെടുത്താൻ എലി കോഹൻ പ്രത്യേക പാറ്റേണിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക വരെ ഉണ്ടായി. എന്നാൽ 1965 എലി കോഹൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി പുറത്തായി. അയാൾ വധിക്കപ്പെട്ടു. ഇതിനകം സിറിയയുടെ സുപ്രധാനമായ പല സൈനിക വിവരങ്ങളും ഇസ്രായേലിന് ലഭിച്ചിരുന്നു. അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ആണവായുധ നിർമ്മാണത്തിനായുള്ള ശ്രമങ്ങളുമെല്ലാം തുടക്കത്തിലെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞത് എലി കോഹൻ്റെ ഇടപെടൽ വഴിയായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. എങ്കിലും മൊസാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന വീഴ്ചകളിലൊന്നാണ് കോഹൻ്റെ പരാജയകഥ. അതുപോലെ മൊസാദ് നാണം കെട്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. 1997 ജോർദാനിലാണ് സംഭവം. ഹമാസിൻ്റെ സുപ്രധാന നേതാക്കളിൽ ഒരാളായ ഖാലിദ് മിഷേലിനെ വധിക്കാൻ മൊസാദ് പദ്ധതിയിടുന്നു. അതിവിദഗ്ധമായി മിഷേലിൻ്റെ ചെവിയിലൂടെ ലെവോഫെൻറ്റനൈൽ എന്ന വിഷം കയറ്റിവിടാനാണ് മൊസാദ് ആസൂത്രണം ചെയ്തത്. അതവർ വിജയകരമായി ചെയ്തെങ്കിലും മൊസാദ് ഏജന്റുമാർ പിടിക്കപ്പെട്ടു, കയ്യോടെ പിടിക്കപ്പെട്ടു. അവരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതോടെ മൊസാദ് നാണം കെടുകയാണ്. ഏജന്റുമാരെ വിട്ടുകിട്ടാൻ ഖാലിദ് മിഷേലിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച വിഷത്തിനുള്ള മറുമരുന്ന് ആൻറ്റിഡോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൽ നിന്ന് നിലപ്പിനൊരു ഡോക്ടർ പറന്നെത്തി. ഖാലിദ് മിഷേൽ രക്ഷപ്പെട്ടു. ഹമാസ് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടു: ഇസ്രായേൽ തടവിൽ കഴിയുന്ന അവരുടെ സ്ഥാപക നേതാവ് അഹമ്മദ് യാസീനെ വിട്ടയക്കുക. മൊസാദിന് കീഴടങ്ങാതെ വേറെ വഴിയില്ലായിരുന്നു. മൊസാദ് നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ സംഭവമായി അത് മാറി.